കല്യാണം കഴിഞ്ഞ് കുട്ടികളും കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ പാഷൻ എന്താണെന്ന് കണ്ടെത്തിയതും ഞാൻ അതിലേക്ക് തിരിഞ്ഞതും. സൗമ്യ മഹേഷിന്റെ കാര്യത്തിൽ ഇത്ര പോസസീവ്. എന്നെ ആളുകൾക്ക് കാണാൻ ഇഷ്ടം സാരിയിലാണ്. ഞാൻ പറയാൻ ഇത് കട്ട് ചെയ്യരുത്, ഇത് കട്ട് ചെയ്യരുത്, ഇത് അതേപോലെ എറിയണേ. ആക്ടിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. പ്രൊഫഷനെ പാഷന് വേണ്ടി കളയാൻ എനിക്ക് താല്പര്യമില്ല. ഫേസ്ബുക്കിൽ ഭയങ്കര മോശം കമൻറ്റുകൾ വരും. മലയാളികളുടെ പേര് കളയാൻ വേണ്ടി കുറച്ച് പേരുണ്ട്. ഇവൾ ആരാന്ന വിചാരം, ഇവള് വലിയ ശരിക്കും നമ്മളെ അറിയത്തോലും ഇല്ല. എസ്റ്റാബ്ലിഷ്ഡ് ആയ ആളുകളുണ്ട്, പഴയകാല നടിമാർ. അവർക്ക് ഇത്രയ്ക്കും കേൾക്കേണ്ടി വരുന്നില്ല. പുതിയ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇന്ദ്രൻ സേട്ടൻ്റെ വൈഫായിട്ട് എനിക്ക് ഒരിക്കലും ക്യാരക്ടർ വന്നു, പക്ഷെ ആ സിനിമ നടന്നില്ല. ഓഡീഷനൊക്കെ കഴിഞ്ഞായിരുന്നു. ഇത്രയും സ്വീറ്റ് വോയിസ് വെച്ചിട്ട് എങ്ങനെയാണ് ദേഷ്യപ്പെടാറ്? എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇമാജിൻ ചെയ്യാത്തായിരിക്കും നല്ലത്. ചെല്ലച്ചെറു വീടു തരാം, പൊന്നോ ഞാൻ തരാം, പൊന്നോണ പൂത്തുമ്പി നീ വായോ. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ്. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളത്തിലും ബോളിവുഡിലും ഇനിയിപ്പോൾ തമിഴിലേക്കും കടന്നുകൊണ്ടിരിക്കുന്ന ആക്ട്രസ്സായ നമ്മുടെ സ്വപ്ന പിള്ളയാണ്. ഹായ് മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പം സ്വപ്ന എന്നൊരു വ്യക്തിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ആക്ടിങ് കരിയറിലേക്ക് കടന്നത്? ആക്ടിങ് കരിയറിലേക്ക് കടന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് ഒരു 4 വർഷമാവുന്നു. 4 വർഷത്തിന് മുമ്പ് ഞാനൊരു ഫാഷൻ ഷോ, ഒരു മിസ്സിസ് കാറ്റഗറിയിലുള്ള ഒരു ഫാഷൻ ഷോയ്ക്ക് അപ്ലൈ ചെയ്തു. അവിടെ പോയപ്പോൾ അവർ ഒരു സാരിയുടെ ഒരു ബുട്ടീക്കിൻ്റെ ഒരു ആഡ് വന്നു. അങ്ങനെ സാരിയിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു. ആ ഫോട്ടോസ് കഴിഞ്ഞപ്പോൾ, ആ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മലയാളത്തിലെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സിൽ മികച്ച ഒരാൾ, ഏതാണ്ട് നമ്പർ 1 ആയിരുന്നു, ആ ആളിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് വന്നു. അങ്ങനെ അതുവഴി ഞാൻ ഇൻസ്റ്റയിൽ ആ ഫോട്ടോസ് എല്ലാം ഇട്ടു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ 4 വർഷം മുമ്പാണ് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് റീച്ചൊക്കെ കിട്ടി. അങ്ങനെ എൻ്റെ ഒരു റിലേറ്റീവ് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ ഫോട്ടോ അയച്ച് മേപ്പടിയാൻ എന്ന് പറഞ്ഞ മൂവിയിലേക്ക് സെലക്ഷനായി. അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. നോർമലി നമ്മൾ കേൾക്കാറുള്ള കാര്യം ഈ ഗേൾസിൻ്റെ, വുമൻ്റെ ലൈഫ് കല്യാണത്തിന് ശേഷം ഇല്ലാതാകുന്നു എന്നാണ്. പക്ഷെ ഇപ്പോൾ കേട്ടത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ശേഷമാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അപ്പം അതെങ്ങനെയായിരുന്നു? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടോ? അത് ഓരോരുത്തരുടെയും ലൈഫിൽ ഓരോ രീതിക്കായിരിക്കും. ചിലർക്ക് കല്യാണത്തിന് മുമ്പായിരിക്കും ഇങ്ങനെ ഒരു കലാരംഗത്തും അവരുടെ പാഷന് വേണ്ടി ചെയ്യാനുള്ള ഒരു ഫ്രീഡം കിട്ടുന്നത്. ചിലർക്ക് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും. ചില ആളുകൾക്ക് കല്യാണം കഴിഞ്ഞാൽ ഒരു ഫ്രീഡം ഇല്ലാത്ത സ്ത്രീകളും ഉണ്ടാവും. പക്ഷെ എൻ്റെ ലൈഫിൽ കല്യാണം കഴിഞ്ഞിട്ടാണ്, കല്യാണം കഴിഞ്ഞ് കുട്ടികളും കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ പാഷൻ എന്താണെന്ന് കണ്ടെത്തിയതും ഞാൻ അതിലേക്ക് തിരിഞ്ഞതും. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ട്, ഈവൻ കുട്ടികളടക്കം ഫുൾ സപ്പോർട്ടാണ്. അവരിപ്പോഴും അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളുടെയും, കുടുംബമായിട്ട് ഉള്ള എല്ലാ സ്ത്രീകളുടെയും ഒരു അവസ്ഥ അത് തന്നെയാണ്. ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആക്ട്രസ് എന്നതിലുപരി KSFE ജീവനക്കാരി കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് അപ്പോൾ KSFE ജീവനക്കാരിയായി തുടർന്നുകൊണ്ട് തന്നെയാണോ ഇപ്പോൾ ആക്ടിങ് കരിയർ നോക്കുന്നത്? അതെ അതെ അതെ. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? എൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി തന്നെയാണ്. ആ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ PSC പരീക്ഷ എഴുതി ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു ജോലിയാണ്. എൻ്റെ ഫസ്റ്റ് കരിയർ അത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ആക്ടിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ പ്രൊഫഷനെ പാഷന് വേണ്ടി കളയാൻ എനിക്ക് താല്പര്യമില്ല. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് KSFE മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടും ഉണ്ട് കേട്ടോ, അതും പറയണമല്ലോ. എന്നുവെച്ചാൽ അവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്കിത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്. KSFE എപ്പോഴും കലയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എനിക്കുണ്ട്. അതുകൊണ്ടാണ്
ഇപ്പം രണ്ടും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ എപ്പോഴും കേട്ട് വരുന്ന ഒരു കാര്യമാണ്, കാരണം ഒരുപാട് പേര് ഇപ്പോൾ പോലീസുകാരാണെങ്കിലും അങ്ങനെ ഗവൺമെൻറ് ജോലിയിലിരിക്കുന്ന ഒരുപാട് പേര് ആ ഒരു ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് കലാരംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തിനാണ് PSC എഴുതി ആ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നത്, അങ്ങനെയായിരുന്നെങ്കിൽ അടിയിൽ കിടക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ജോലി കിട്ടില്ലായിരുന്നോ എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ എന്താണ് പറയാനുള്ളത്? എന്താ വെച്ചാൽ നമ്മൾ ഓരോ ലൈഫിൻ്റെ ഓരോ ഘട്ടങ്ങളിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ അമ്മയ്ക്ക് സിനിമയോട് വലിയ ഇഷ്ടമാണ്. അമ്മ എല്ലാ സിനിമയും കൊണ്ടുപോകും, എല്ലാ സിനിമയും കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പറഞ്ഞ ക്യാരക്ടേഴ്സൊക്കെ തിയേറ്ററിൽ നിന്ന് വീട്ടിൽ എത്തുന്നവരെ ആ ക്യാരക്ടറായിട്ട് മനസ്സിലൊക്കെ സങ്കല്പിച്ചൊക്കെ നടക്കാറുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒരിക്കലും ആക്ടിങ് എന്നുള്ള ഒരു ഫീൽഡിൽ വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ ഒരു ഘട്ടം എത്തിയപ്പോൾ എനിക്ക് തന്നെ തോന്നി എൻ്റെ പാഷൻ ഇതല്ലേ എന്ന് തോന്നുന്നു. അവിടെ നമ്മൾ തിരിച്ചറിയപ്പെടുകയാണ് നമ്മുടെ പാഷനെ. അപ്പോൾ നമ്മുടെ പ്രൊഫഷനും പാഷനും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കും. പക്ഷെ ചില ഡിപ്പാർട്ട്മെൻറ്റിൽ അത് നടക്കില്ല. ഈ പറഞ്ഞ പോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊന്നും ഇതുപോലെ രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ വളരെ പക്കയായിട്ട് ചെയ്യുന്നതുകൊണ്ടും കൂടിയാണ് എനിക്ക് ലീവ് ആവശ്യമുള്ളപ്പോൾ അവർ തരുന്നത്. ഞാൻ ഓഫീസ് ഉഴപ്പിക്കഴിഞ്ഞാൽ എനിക്ക് ഇത് ബുദ്ധിമുട്ടാവും. പക്ഷെ ഞാൻ അവിടെ വളരെ പക്കയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു വിഷയം വരുന്നില്ല. പക്ഷെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അത് വരില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു പ്രായം കഴിഞ്ഞു, ഇനി നമുക്ക് അങ്ങോട്ട് നമുക്ക് വേണ്ടി ജീവിക്കണം, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഇതിൽ അപ്പോൾ ചിലപ്പോൾ പ്രൊഫഷൻ ഒരു ബ്രേക്ക് കൊടുത്തിട്ട് പാഷൻ്റെ ഇതിൽ പോകും. അതിൽ നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്, ഭയങ്കര സ്വീറ്റ് വോയിസ് ആണ്. പാടുവോ? പാടും, പക്ഷെ ആരും കേൾക്കരുത്. അങ്ങനെ ശ്രുതിയൊന്നും ഉണ്ടാവില്ല. ശ്രുതിയൊന്നും വേണ്ട, 2 വരി. അയ്യോ, 2 വരിയൊന്നും പാടാൻ അങ്ങനെ ഞാൻ പാടിയിട്ടില്ല. ഭയങ്കര സ്വീറ്റ് വോയിസ് ആയതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ എല്ലാ ഗസ്റ്റിനോടും അങ്ങനെ ചോദിക്കാറില്ല. വോയിസ് അങ്ങനെയാണെന്ന് എല്ലാരും പറയാറുണ്ട്. പക്ഷെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? ഇപ്പോ ചെല്ലച്ചെറു വീടു തരാം, പൊന്നോ ഞാനിട്ടു തരാം, പൊന്നോണ പൂത്തുമ്പി നീ വായോ, ഞാനൊരു കഥ പറയാം, കാതിലൊരു കഥ പറയാം, പൊന്നോണപ്പൂത്തുമ്പി നീ വായോ, പൊന്നോണപ്പൂത്തുമ്പി നീ വായോ. ശ്രമിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് അടിച്ചു പൊളിച്ചോ. അല്ല, ഇത്രയും സ്വീറ്റ് വോയിസ് വെച്ചിട്ട് എങ്ങനെയാണ് ദേഷ്യപ്പെടാറ്? എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇമാജിൻ ചെയ്യാത്തായിരിക്കും നല്ലത്. കാരണം ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ല. ഈ വോയിസ് മാറോ? വോയിസ് ഒക്കെ ഭയങ്കര ലൗഡായി. അത് ജസ്റ്റ് നമുക്ക് വേണ്ടിയിട്ടൊരു ഒന്ന് ആക്ട് ചെയ്ത് എനിക്ക് അത് കാണാൻ ആഗ്രഹം. കാരണം എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു വോയിസ് വെച്ചിട്ട് ദേഷ്യപ്പെടുന്നത്. ഒരു ചെറിയ ടാസ്ക് ആയിട്ട് തരാം. വേണ്ട, ഒരു ടാസ്ക് ഇപ്പൊ തന്നെ. ഇനി ഞാൻ കൂടുതൽ ടാസ്ക് എടുക്കുന്നില്ല. ഒറ്റൊരു ടാസ്ക്. അങ്ങനെയൊന്നും ദേഷ്യപ്പെടാനൊന്നും പറ്റില്ല. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം ഏതെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ദേഷ്യപ്പെട്ടാലും അത് കറക്റ്റ് ആണല്ലേ? ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യപ്പെടാൻ ചെയ്യാ. അത്രയും സ്വീറ്റ് ആയൊരു ഫേസ്. ഇത് കട്ട് ചെയ്യരുത്, ഇത് കട്ട് ചെയ്യരുത്, ഇത് അതേപോലെ എറിയണേ. താങ്ക് യു. എല്ലാവരും ഇത് പറയാറുണ്ട്. എന്താ ചേച്ചി സത്യം മാത്രമേ പറയാറുള്ളൂ. വല്ലപ്പോഴും ക്വസ്റ്റ്യൻസിന്റെ കട്ടി. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, സന്തോഷമല്ലേ? അതെ, എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് മനുഷ്യർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമല്ലേ? ഒരു 5-6 കാര്യങ്ങളും കൂടി എന്നെ പറ്റി പറഞ്ഞു ഇന്റർവ്യൂ തീരുന്നതിൻ്റെ ഉള്ളിൽ പറയാം. ഓക്കെ, ബാക്ക് ടു അവർ ഇന്റർവ്യൂ. ഇപ്പം നമ്മളിപ്പോൾ പൊതുവെ ഗേൾസ് ഓരോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ കാണാറുണ്ട്. ചേച്ചിയുടെ കയ്യിലും ഞാൻ 2-3 എണ്ണത്തിൽ, എല്ലാത്തിലും ഒന്നുമില്ല, 2-3 എണ്ണത്തിൽ കാണുമ്പോൾ ഇങ്ങനെ വളരെ വൾഗറായിട്ട് ഇപ്പം നീവിൽ കാണിക്കാവോ എന്നുള്ള രീതിയിലൊക്കെ കമൻസ് ഉണ്ട്. ആ കമൻസ് ഒക്കെ കാണുമ്പോൾ ചേച്ചിക്ക് എന്താ അവരോടൊക്കെ പറയാൻ തോന്നാറ്?
അല്ലെങ്കിൽ അവരോടൊരു മറുപടി പറയാൻ ചാൻസ് കിട്ടി എന്തായിരിക്കും പറയാ? ഞാൻ ഈ ചോദ്യം എന്നോട് ഇതുപോലെ ആരെങ്കിലും ചോദിച്ചെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചോദിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അതിൽ പറയാനുണ്ട്, എനിക്കൊരു മറുപടി പറയാനുണ്ട്. എന്താ വെച്ചാൽ എനിക്കിപ്പോൾ തമിഴിലും മലയാളത്തിലും ഒക്കെ ഫാൻസ് ഉണ്ട്. ഫാൻസ് എന്ന് പറയുമ്പോൾ ഇനി അതിനൊരു കമൻറ്റ്, അതിനൊരു ഇത് പൊങ്കാല ഇടരുത്, പക്ഷേ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പക്ഷേ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നില്ല. ഇൻസ്റ്റഗ്രാമിലുള്ളവരുടെ കമൻറ്റിനൊരു സ്റ്റാൻഡേർഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫേസ്ബുക്കിൽ ഭയങ്കര മോശം കമൻറ്റുകൾ വരുന്നുണ്ട്. അത് ഈ മലയാളികളുടെ പേര് കളയാൻ വേണ്ടി കുറച്ച് പേരുണ്ട്. അവരൊരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, ശരിക്കും അവരവരുടെ വീട്ടിലും നാട്ടിലും മാന്യന്മാരായിരിക്കും. അവർക്ക് അപ്പോൾ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ അത് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫേക്ക് അക്കൗണ്ട്. എന്നിട്ട് എന്താണ് അതിലൊരു ക്യാപ്ഷൻ കണ്ടാൽ ഇവരങ്ങ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുമോ, ഇവൾ ആരാന്ന വിചാരം, ഇവള് വലിയ ശരിക്കും നമ്മളെ അറിയത്തോലും ഇല്ല. ഈ പറഞ്ഞ മനുഷ്യനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ അയാളങ്ങ് പറയും, ഓ അവള് വലിയ ആളാണെന്ന്, അവൾക്ക് ഭയങ്കര ജാട്, എന്ത് കണ്ടിട്ടായി പറയണം. അപ്പം എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് മാനസിക പ്രശ്നമാണ്. കാരണം അവരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷനാണ് അവർ ഈ പുറത്ത് വിടുന്നത്. അപ്പോൾ ഇത്തരക്കാർക്ക് നല്ല ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭേദമാവും എന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ എനിക്കിങ്ങനെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറഞ്ഞു മൈൻഡ് ചെയ്യണ്ട, റിപ്ലൈ കൊടുക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. നമ്മൾ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോകാറില്ല, ഇപ്പം കൊടുക്കാൻ പോകാറില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈവൻ ആങ്കറിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ തന്നെ കേട്ടുവരുന്ന കാര്യങ്ങളാണ്, ഓ ഇവരൊക്കെ ചാൻസിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളത്. അങ്ങനെ എപ്പോഴെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് ഈ പറഞ്ഞ പോലെ ഈ കമൻറ്റുകളിൽ തന്നെ ഇങ്ങനെ, അത് എൻ്റെ ഫോട്ടോയിൽ നിന്നല്ല, ഏതൊരു ആക്ട്രസിൻ്റെ ഫോട്ടോ വന്നാലും അതിൻ്റെ താഴെ അതിപ്പം ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആയ ആളുകളുണ്ട്, പഴയകാല നടിമാരും, അവർക്ക് ഇത്രയ്ക്കും കേൾക്കേണ്ടി വരുന്നില്ല. പുതിയ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. പുതിയ ആളുകൾ വരുമ്പോൾ ഇവർ ഉടനെ അതിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് എഴുതി വിടുക. അതാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു മാനസിക രോഗമാണ്. അവരുടെ മനസ്സിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ അവരിങ്ങനെ എഴുതി 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 തീർക്കുക. എനിക്ക് ഇവരുടെ വീട്ടിലുള്ള സ്ത്രീകളെ ഓർത്ത സഹതാപം തോന്നുന്നത്. ഇതൊന്നും അവരുടെ അടുത്തൊക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും അവരെയൊക്കെ കാണുന്നത്, മനസ്സിലായില്ലേ? ചിലപ്പോ ഇവര് ഭയങ്കര മാന്യന്മാരും ആവാം. അവർക്ക് അവിടെ തീർക്കാൻ പറ്റാത്തത് പുറത്ത് വന്നിട്ട് ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ നേരെ ഇങ്ങനെ അവരുടെ വാക്കുകൾ കൊണ്ട് അവരെ എല്ലാം നശിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ പിന്നെ ഏത് ഫീൽഡിലും നല്ലതും ചീത്തയുണ്ട്. ഏത് ഫീൽഡിലും, ഗവൺമെൻറ് ജോലി ആവട്ടെ, മൂവി ആവട്ടെ, ഏതിലും ഉണ്ട് നല്ലതും ചീത്തയും. പക്ഷേ സിനിമാക്കാരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇത് സംഭവിച്ചാൽ വളരെ വലുതാക്കി പറയും. കാരണം അത് കേൾക്കാനൊരു സുഖമല്ലേ. ആ സിനിമയിലുള്ള ആ നടി, അല്ലെങ്കിൽ ആ നടൻ, അല്ലെങ്കിൽ ആ സംവിധായകൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നവരെ പറ്റി പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ കുറേ കുറ്റം കേൾക്കാൻ പറ്റും. മീൻസ് ഒരു ആളുകൾക്ക് കേൾക്കാൻ സുഖമുള്ളത് അതല്ലേ. അപ്പോൾ അതുകൊണ്ട് സിനിമാക്കാർക്ക് അവരെന്ത് ചെയ്താലും, അവർ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം കേൾക്കും. പിന്നെ വലിയൊരു ഇപ്പം തുടക്കത്തിലേ നമ്മളിങ്ങനെ ഈ കമൻറ്റുകൾ വഴി ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മൾ നല്ല ബോൾഡ് ആവും. ഇത് കണ്ട് കണ്ട് ഇതിപ്പോൾ എന്തോ ആയാലും ഇങ്ങനെയാവും. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയെ ബോധിപ്പിച്ചാൽ പോരെ. നമ്മൾ ഒരാൾ അയാൾക്ക് ഇഷ്ടമുള്ളത് എന്തോ അത് ചെയ്തോട്ടെ, അവരത് ചെയ്ത് ജീവിച്ചോട്ടെ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ സന്തോഷത്തിൽ അവർ നോക്കട്ടെ. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ സന്തോഷം മറ്റൊരാളുടെ കയ്യിലല്ല, നമ്മുടെ കയ്യിൽ തന്നെ. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ജീവിക്കുന്നു. നമ്മളിവരെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ചെല്ലുന്നില്ല. എന്തിനിങ്ങനെ അപവാദം പറയുന്നതെന്ന് അറിയില്ല. പിന്നെ ഇതാണ് പറയുന്നവർ പറഞ്ഞോട്ടെ, അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടി അവർ നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിച്ചോട്ടെ. യെസ്. അപ്പോൾ മലയാളം മൂവീസിൽ മാത്രമല്ല ബോളിവുഡിലേക്കും ഒരു കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു?
അതിൽ അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഉമേഷ് നായർ, അദ്ദേഹമാണ് എന്നെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അതിലൊരു ഓഡിഷനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഡയറക്ടറൊക്കെ അവർ മലയാളിയാണ്, ഡയറക്ടറൊക്കെ മലയാളിയാണ്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജ് മുംബൈ, അവരാണ് അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ. പിന്നെ ക്യാമറാമാൻ എല്ലാവരും ബോളിവുഡിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറേ പേർക്ക് ഉണ്ടായിരുന്നു ഓഡിഷൻ. അങ്ങനെ സെലക്ഷൻ ആയതാണ്. അപ്പോൾ ശരിക്കും ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഉമേഷാണ്. അങ്ങനെയാണ് അതിലേക്ക് സെലക്ഷൻ ആവുന്നത്. അപ്പോൾ കുഞ്ഞുനാളിൽ എന്താവണം എന്നായിരുന്നു ആഗ്രഹം? എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരു ആക്ട്രസ് ആവണം എന്നുള്ളത്? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. എനിക്ക് കൊച്ചിലേക്ക് ടീച്ചർ ആവാൻ ഇഷ്ടമായിരുന്നു. എനിക്കിങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും. സബ്ജക്റ്റ് വന്നപ്പോൾ ഇഷ്ടം മലയാളമോ ഇഷ്ടം. മലയാളം എളുപ്പമല്ലേ പഠിക്കാൻ. അതുകൊണ്ട് മലയാളമായിരുന്നു ഇഷ്ടം. ഞാനിങ്ങനെ അന്നൊക്കെ ഈ പറമ്പിലൊക്കെ ഓരോ വടിയൊക്കെ ആയിട്ട് നടന്ന് പഠിപ്പിക്കൽ അങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ ടീച്ചറാവാൻ ഇഷ്ടമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു KSFE മേഖലയിലേക്ക് വന്നത്? ടീച്ചറാവാൻ ഇഷ്ടമാണെങ്കിലും ഞാൻ BCom എടുത്തതൊക്കെ കൊമേഴ്സ് എടുത്തു. പക്ഷേ ഈ ഒരു സ്വീറ്റ് വോയിസ് വെച്ചിട്ട് ആവാതിരുന്നത് നന്നായി. കുട്ടികളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല, ആരും പറഞ്ഞാൽ കേൾക്കില്ല. പക്ഷെ എൻ്റെ ഓഫീസിലെ സ്റ്റാഫ് അങ്ങനെ പറയും തോന്നുന്നില്ല. അവരിത് കാണുകയാണെങ്കിൽ പറയും, അടിയിൽ കമന്റ് വരും, ഇതൊന്നും അല്ല ചില സമയത്തൊന്നും. അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടേണ്ട സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് നടക്കണം എന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവിടെ ആ ഒരു പെർഫെക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദേഷ്യപ്പെടും. അത് ഞാൻ ഒഫീഷ്യലായി പറയുക, ഒഫീഷ്യലായിട്ട് അങ്ങനെ. അങ്ങനെ എപ്പോഴെങ്കിലും കൺട്രോൾ പോയ ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ? ഓഫീസിലോ വീട്ടിലോ? എപ്പോഴെങ്കിലും? വീട്ടിലെപ്പോഴും കൺട്രോൾ പോകും. അത് പിന്നെ നമ്മുടെ ഒരു ലോകമല്ലേ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെ ബഹളം വെച്ചാലും അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ അവര് നമ്മളെ ചെയ്യത്തില്ല എന്ന് വെച്ചാൽ. ഇപ്പൊ ഞാൻ ഓഫീസിലൊന്നും എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടും. ഈ പറഞ്ഞ പോലെ നമ്മൾ കാര്യങ്ങൾ പറയുന്ന രീതിയിൽ വന്ന്. പക്ഷെ എൻ്റെ സ്റ്റാഫിന് ഏകദേശം എൻ്റെ ഒരു നേച്ചർ അറിയാം ഇപ്പൊ. അതുകൊണ്ട് തന്നെ അവരെന്നെ അങ്ങനെ ദേഷ്യം പിടിപ്പിക്കാറില്ല. മാക്സിമം അവർ ആ ഒരു രീതിയിലെല്ലാം നല്ല കുട്ടികളാണ് എൻ്റെ സ്റ്റാഫൊക്കെ. അപ്പം അങ്ങനെ ദേഷ്യമില്ല. പിന്നെ ദേഷ്യം വരാറുള്ളതെന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ കമന്റുകൾ വായിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇവിടെ മറ്റേ മൂവിയിൽ ചെയ്ത പോലെ ബക്കറ്റൊക്കെ പോയി അങ്ങനെയൊക്കെ വല്ലതൊക്കെ ചെയ്യാം. അത് പിന്നെ വീട്ടിലെ ബക്കറ്റ് പൊട്ടിച്ച വീട്ടുകാർ അന്നേരം നമ്മളിങ്ങനെ എന്താ പറയാ, ഞാൻ അന്നേരം എന്ത് ചെയ്യുന്ന വെച്ചാൽ യൂട്യൂബ് എടുത്തിട്ടേ അതിൽ കുറച്ച് ഈ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ അത് കേൾക്കും. ഡ്രൈവ് ചെയ്യുമ്പോൾ അത് കേൾക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് മൈൻഡ് കുറച്ച് കാം ആവാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. അതാണ് നമ്മുടെ ടൂൾ. അതാ ഈ ഒന്ന് കാമാവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്. അതാ ഇപ്പം ഏറ്റവും ഡ്രീം ഈ ഒരാളുടെ ഒപ്പം അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു നടൻ ഉണ്ടോ? അത് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ഒത്തിരി ആക്ടേഴ്സൊക്കെ, അന്നേരം ഞാൻ അഭിനയിക്കുന്ന ചിന്തിച്ചിട്ടില്ല, എങ്കിലും ഭയങ്കര ആരാധനയുണ്ടല്ലോ ആക്ടേഴ്സിനോട്. പക്ഷെ നമുക്ക് ആരായിരുന്നു ആ ഫേവറേറ്റ് വൺ? അങ്ങനെ എനിക്ക് ഇപ്പൊ ലാലേട്ടൻ്റെ ചില സിനിമ കാണുമ്പോൾ തോന്നും ലാലേട്ടനാണ് എൻ്റെ ഫേവറേറ്റ് ഹീറോ. പക്ഷെ മമ്മൂക്കയുടെ പടം കാണുമ്പോൾ മമ്മൂക്കയാണ്. അപ്പൊ രണ്ടുപേരും രണ്ട് രീതിയിൽ വ്യത്യസ്തരാണല്ലോ. അപ്പോൾ സിനിമയിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ കുറേ കുറച്ചുകൂടെ സീരിയസ് ആവും. സിനിമയെക്കുറിച്ച് കുറേ കൂടെ സീരിയസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഹീറോസ് എന്ന് പറയുന്ന രീതിയിലല്ലാതെ ഇപ്പൊ ഇന്ദ്രൻ സേട്ടൻ്റെ വൈഫായിട്ട് എനിക്ക് ഒരിക്കലും ക്യാരക്ടർ വന്നു. പക്ഷെ ആ സിനിമ നടന്നില്ല, ഓഡീഷനൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി സീനിയേഴ്സായ ആക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ചിന്താഗതിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ സിനിമയെ സീരിയസ് ആയിട്ട്. ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും പടം ചെയ്യണമെന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, അതേപോലെ ആഗ്രഹം എനിക്കും ഉണ്ട്. അപ്പം ഇപ്പം ലാലേട്ടനും മമ്മൂക്കയും ഇന്ദ്രൻ സേട്ടനും 3 പേരും ഒരുമിച്ച് ചേച്ചിയുടെ വീട്ടിലേക്ക് വരാണ്. അപ്പം ചേച്ചി ഏതൊക്കെ ഫുഡായിരിക്കും ഇവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുക?
ഇവർ ചേച്ചിക്ക് ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ടാവല്ലോ, നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവല്ലോ. അപ്പൊ അങ്ങനെ ഒരു മാസ്റ്റർ പീസ് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത്, എനിക്ക് സിനിമയിൽ കുറച്ച് നാൾ നിലനിൽക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. ഞാൻ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇവർക്ക് കൊടുക്കും എന്നൊക്കെ സംഭവിക്കും. ഫുഡ് എടുത്തുള്ള ചാൻസ് കളയണ്ടല്ലോ. അല്ല, അപ്പൊ പൊതുവെ എന്താണ് അഭിപ്രായം? വീട്ടുകാരൊക്കെ ഫുഡ് വെച്ച് കൊടുക്കുമോ? വീട്ടുകാർക്ക് ഓക്കെ, ഫിഷ് കറിയൊക്കെ ഞാൻ വെക്കാറുണ്ട്, അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്കിഷ്ടമല്ല കുക്കിംഗ്. കുക്കിംഗ് ഇഷ്ടമല്ല? ഇഷ്ടമല്ല. ഓക്കെ. അപ്പൊ വീട്ടിൽ ആരാ കുക്ക് ചെയ്യാറ്? വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടെയൊക്കെ, പിന്നെ ഞാൻ ഷൂട്ടിനൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ രക്ഷപ്പെടും. പിന്നെ അച്ഛനുണ്ട്, അച്ഛനാണെങ്കിൽ ഈ ഫിഷൊക്കെ വെക്കാനായിട്ട് അച്ഛന് ഇഷ്ടം, മീറ്റൊക്കെ വെക്കാൻ ഹസ്ബൻഡ് ഇഷ്ടമാണ്. പിന്നെ പച്ചക്കറികളുടെ കാര്യമേ ഉള്ളൂ, അത് നമുക്ക് വലിയ പാടില്ല ചെയ്യാൻ. അപ്പൊ ബുദ്ധിമുട്ടുള്ളതൊക്കെ അവര് ചെയ്തോളും. ഞാൻ പച്ചക്കറി അങ്ങനത്തെ കുറച്ച് എളുപ്പമുള്ളതൊക്കെ, സവാള അരിഞ്ഞെടുക്കും, അതെ, എല്ലാം ഹെൽപ്പ് ചെയ്യാനും ഒക്കെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഞാൻ ഉള്ള കാര്യം പറയുക. ഇപ്പൊ എനിക്കിപ്പോ ഞാൻ പറയുക, ഞാൻ കുക്കിംഗ് നന്നായിട്ട് ചെയ്യും, ഞാൻ വെക്കുന്ന കറിയൊക്കെ ഭയങ്കര ടേസ്റ്റ്. ഇത് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനിപ്പോ റെസിപ്പി ചോദിക്കുമായിരുന്നു, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എനിക്ക് എല്ലാം ചെയ്യാൻ അറിയാം, റെസിപ്പി അറിയാം, എല്ലാ കറികളും വെക്കാൻ അറിയാം. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല, അത്രയും പണിയെടുക്കാൻ വയ്യ. അതെ, സത്യമായിട്ട് ഭയങ്കര മടിയാ. ബേസിക്കലി എൻ്റെ നേച്ചർ അങ്ങനെ. ആകെ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ഒന്നുമല്ല, പക്ഷെ ഞാൻ വെളുപ്പം കാലത്ത് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അത് ഷൂട്ടിന് വേണ്ടി മാത്രമായിരിക്കും. ഭയങ്കര ആ ഒരു പാഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം. അതിന് ഷൂട്ടിനാണ് എത്ര രാത്രിയിൽ ഉറക്കളച്ചിരിക്കാനും കുഴപ്പമില്ല. അപ്പൊ വിശപ്പും ഇല്ല, ദാഹവും ഇല്ല, വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അതിനെനിക്ക് ഒരു മടിയില്ല. അതേസമയം വേറെ എന്തെങ്കിലും കാര്യം, ഇവിടെ കല്യാണത്തിന് പോകണമെങ്കിൽ വെളുപ്പിനെ ഞാനില്ലെന്ന് പറയത്തേ ഉള്ളൂ. എനിക്ക് പുലർച്ചെ ഒന്നും എഴുന്നേറ്റ് പോവാൻ ഇഷ്ടമല്ല. അപ്പൊ പെണ്ണുങ്ങളോട് പൊതുവെ, എന്നോടടക്കം ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഏജ്. ചോദിക്കുന്നുണ്ട്, ഏത് ചോദിക്കാൻ പാടില്ല എന്നാണ്. അതെ അതെ. അപ്പം എനിക്ക് തോന്നുന്നു, കാരണം നേരത്തെ പറഞ്ഞു കുട്ടികളൊക്കെ വലുതായതിനു ശേഷമാണ് ഞാൻ ആക്ടിങ്ങിലേക്ക് വന്നത്. പക്ഷെ എനിക്കത് ആദ്യം കണ്ടപ്പോൾ തോന്നിയില്ലായിരുന്നു, പിന്നെ എന്നോട് പറഞ്ഞു. അപ്പം അത്രയും വലിയ കുട്ടികളോട് ഞാൻ ഏജ് ചോദിക്കുന്നില്ല, എന്നാലും ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഈ സൗന്ദര്യം? കാരണം സ്കിന്നൊക്കെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണുള്ളത്, ക്ലിയർ സ്കിന്നാണ്. ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ കേൾക്കുമ്പോൾ. എനിക്ക് എന്റെ സ്കിന്നിനോട് അത്ര വലിയൊരു ഇല്ല, എനിക്ക് നല്ല ഇഷ്ടമാണ് ആ സ്കിൻ. ആണോ? ചെറുതായിട്ട് ഓയിലി ടൈപ്പ് അല്ലേ? ഇന്നലെ ആരോ ഇത് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഓയിലി ടൈപ്പ് സ്കിൻ, കാരണം നാച്ചുറൽ ഗ്ലോ കിട്ടുമല്ലോ. അതെ അതെ. ഇത് നമ്മള് സ്ട്രോപ്പ് ക്രീം സ്ട്രോപ്പ് ക്രീമിന്റെ ആവശ്യമില്ല, അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആകെ ഇതാവും. അത് ശരിയാ. എനിക്കത് തേക്കേണ്ടി വരാം. എനിക്ക് തോന്നുന്നു എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും നല്ലതായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മയുടെ ഒരു ഇതാണ്. കാരണം അമ്മ അന്ന് തന്ന കെയറിങ്, കൊച്ചിലേ തന്ന കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കാം. പിന്നെ ആ ഒരു രീതിയിൽ പിന്നെ എൻ്റെ അമ്മുമ്മ, ഇപ്പം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ ആഴ്ചയിലും ഈ മഞ്ഞളൊക്കെ തേച്ച്, അന്നത്തെ ഒരു ട്രഡീഷണൽ രീതി ഉണ്ടല്ലോ, കസ്തൂരി മഞ്ഞളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് അത് വെച്ചിട്ട് പിന്നെ തലയിൽ താളിയിടലും, അങ്ങനെ അവരൊക്കെ തന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അവരതെല്ലാം പഠിപ്പിച്ച് തരുമ്പോൾ നമ്മൾ ആ രീതിക്ക് എല്ലാ വീക്കെൻഡിലും നമ്മൾ ചെറിയ കെയറിങ് ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ, അതൊക്കെ തന്നെയാണ് കൂടുതലും. അമ്മയുടെയൊക്കെ ഒരു സ്കിൻ ടൈപ്പ് ആണ് എൻ്റെ, അതുകൊണ്ടാവാം. ഇപ്പം നമ്മൾ ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പൊതുവെ ഒരുപാട് വീഡിയോസിൽ സാരി കാണുന്നുണ്ട്, മോഡേൺ ഡ്രസ്സും കാണുന്നുണ്ട്. ആക്ച്വലി ഏതാണ് ഇഷ്ടം, ട്രഡീഷണൽ ഓർ മോഡേൺ? എനിക്ക് ഈ മോഡേൺ, കാഷ്വൽ ഡ്രസ്സുകളൊക്കെ, ജീൻസ് ടോപ്പ് അല്ലെങ്കിൽ കംഫർട്ടബിളായ ഫ്രോക്കുകൾ, അതൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷേ എന്നെ ആളുകൾക്ക് കാണാൻ ഇഷ്ടം സാരിയിലാണ്. ഞാൻ പറയാൻ സാരി നല്ല രസമാണ്. സാരിയുടെ ഒരു എന്താ പറയാ, ഭയങ്കര ഐശ്വര്യമാണ് ആ മുഖത്തിന് ആ സാരി എടുത്ത് കഴിയുമ്പോ. അങ്ങനെ പറയാറുണ്ട് എല്ലാരും. ഇങ്ങനെ പറയുമ്പോ എന്താ തോന്നാറ്? ഞാൻ ഇനിയിപ്പോ അതുകൊണ്ട് ഇനിയിപ്പോ സാരി എടുക്കാൻ തീരുമാനിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിന് ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണ് പോവാറ്. പക്ഷെ ഇപ്പോ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അപ്പൊ അവരുടെ ഇഷ്ടം കൂടെ നോക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഫംഗ്ഷനുകൾക്കൊക്കെ സാരി ഉടുക്കും. എപ്പോഴെങ്കിലും നമുക്ക് എന്തായാലും ഓഡിഷൻസും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അപ്പോൾ ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ?
ഓഡിഷൻ അറ്റൻഡ് ചെയ്യും. പബ്ലിക് ഓഡിഷൻ അല്ല, നമ്മൾ ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു ഓഡിഷൻ ഉണ്ട്. നമ്മുടെ പേരോ നമ്മുടെ ഫോട്ടോയോ ഒക്കെ ആരെങ്കിലും റെഫർ ചെയ്ത് കഴിയുമ്പോൾ ആ ടീമിൽ വിളിക്കും, നമ്മളെ ഓഡിഷന് വേണ്ടി വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഓഡിഷൻ അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ മൂവീസിൽ മാത്രമല്ല, എല്ലാവരും ഇപ്പം ഇൻസ്റ്റഗ്രാമിലും പിന്നെ അതേപോലെ തന്നെ വെബ് സീരീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നില്ലേ? അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചേച്ചി എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത്? വെബ് സീരീസ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിൻ്റെ. അപ്പോൾ വെബ് സീരീസിൽ തന്നെ പല പല ടൈപ്പ് ഉണ്ട്. ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു വർക്ക് ചെയ്തു, ക്യുക്ക് ടി വി എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഞാൻ കുക്കു ടി വി എന്നാണ് അത് കേട്ടത് എന്നെ വിളിച്ചപ്പോൾ. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഞാൻ അറിയുന്നത് ക്യുക്ക് ടി വിയാണ്. ഞാൻ ക്യുക്ക് ടി വി കേട്ടിട്ടില്ലായിരുന്നു. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ അത് നല്ല ഇതാണെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ക്യുക്ക് ടി വിയാണ്. അന്നേരം അതിൻ്റെ വർക്ക് വേറൊരു രീതിയാണ്. ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൻ്റെ വെബ് സീരീസ് ചെയ്യുന്ന അതൊരു ഏതാണ്ട് ഒരു മൂവിയുടെ ആ ഒരു ഇതിൽ പിടിക്കും. മറ്റേത് കുറച്ചുകൂടി സീരിയലിൻ്റെ ഇതിൽ പോകും. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആണ് രണ്ടും. ചേച്ചി ഇതുവരെ ഒരു സീരിയലിലും അഭിനയിച്ചിട്ടില്ലല്ലോ, അതിനെന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് ഉണ്ടോ ചെയ്യണ്ട എന്ന് വിചാരിച്ച്? സീരിയൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മുമ്പ് സീരിയൽ വന്നിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഒരു മാസം 15 ദിവസം അവർക്ക് കൊടുക്കണം. അപ്പം ഇപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന പടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും. അപ്പം എനിക്ക് ആ സമയം ഓഫീസിൽ പോവാം. ത്രൂ ഔട്ട് ഞാൻ 15 ഡേയ്സ് കൊടുക്കുമ്പോൾ എൻ്റെ ഓഫീസിൽ ആ ഒരു ഗ്യാപ്പ് ഭയങ്കരമായിട്ട് വരും. അപ്പോൾ അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട്, ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് രണ്ടും കൊണ്ടുപോകണം. എനിക്ക് അവിടെ ഒരു വീഴ്ച ഉണ്ടാവരുത്, ഇവിടത്തെയും വേണം. അപ്പോൾ എനിക്ക് തോന്നി സീരിയൽ ഒഴിവാക്കിയിട്ട് സിനിമയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇനി എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നല്ല നല്ല റോളുകൾ കിട്ടി, ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയി, എൻ്റെ ആഗ്രഹമാണത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഓഫീസ് ജോലിയെ അതിനോട് ആത്മാർത്ഥത കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഘട്ടം വന്നാൽ ഞാൻ കുറച്ച് നാൾ അവിടെ നിന്നൊന്ന് ബ്രേക്ക് എടുക്കും. കുറച്ച് ലീവ് എടുത്തിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും.